നമസ്കാരം, ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം. ഇവിടെ സ്വാതന്ത്ര്യ സമര സ്മൃതികൾ തുടിക്കും. തലമുറകൾക്കിത് പാഠഭാഗം. ഉദ്ഘാടനം കാത്ത് സി കേശവൻ സ്മാരകം. കോഴഞ്ചേരി നഗരഹൃദയത്തിൽ നിർമ്മാണം ആരംഭിച്ച സി കേശവൻ സ്മാരകത്തിന്റെ പണി പൂർത്തിയായി. ഉദ്ഘാടനം ഉടൻ നടക്കും. സ്വാതന്ത്ര്യ സമരത്തോടനുബന്ധിച്ച് 1935 മെയ് 11 കോഴഞ്ചേരിയിൽ ഐക്യ ക്രൈസ്തവ സമ്മേളനം നടന്നിരുന്നു. പഴഞ്ഞിപ്പുരയിടത്തിൽ ചേർന്ന ഈ യോഗത്തിലാണ് സർ CP-ക്കെതിരെ സി കേശവൻ ആഞ്ഞടിച്ചത്. ജന്തുവിനെ തിരുവിതാംകൂറിന് വേണ്ട എന്ന് തുടങ്ങുന്ന പ്രസംഗം സിംഹഗർജനം എന്ന പേരിലാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. സമ്മേളനത്തെ തുടർന്ന് സി കേശവനെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചിരുന്നു. കേരളത്തിലെ സ്വാതന്ത്ര്യ സമരത്തിന് ശക്തി പകരാൻ ഇത് കാരണമായി. ഇന്ത്യ സ്വാതന്ത്ര്യമായതോടെ സി കേശവന്റെ കോഴഞ്ചേരി പ്രസംഗത്തിന്റെ ഓർമ്മ നിലനിർത്താൻ നഗരഹൃദയത്തിൽ തന്നെ സ്മാരകം നിർമ്മിക്കുകയായിരുന്നു. എന്നാൽ സ്മൃതിയിടം ആധുനികവൽക്കരിക്കേണ്ടതിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ ആരോഗ്യമന്ത്രി വീണ ജോർജ് 2 വർഷം മുമ്പ് നവീകരണത്തിനായി 20 ലക്ഷം രൂപ അനുവദിച്ചു. ആ തുക ഉപയോഗിച്ച് നടത്തിയ പണികളാണ് ഇപ്പോൾ പൂർത്തിയായത്. കോഴഞ്ചേരി പ്രസംഗത്തിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് കോഴഞ്ചേരി സി കേശവൻ സ്മാരകം പണിതത്. ഇത് പുതിയ തലമുറയ്ക്ക് ഒരു അറിവായിട്ട് ഇവിടെ നിലകൊള്ളുകയും ഇതിന്റെ പുനരുദ്ധാരണ പ്രവർത്തനത്തിന് ബഹുമാനപ്പെട്ട വീണ ജോർജിന്റെ ഫണ്ടിൽ നിന്നും 20 ലക്ഷം രൂപ ചിലവിൽ ഇത് പുനരുദ്ധരിക്കുകയും അതോടൊപ്പം തന്നെ ഇതിന് കരണ്ടും വെള്ളവും കോഴഞ്ചേരി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടപടിയെടുക്കുകയും ചെയ്തു. അടുത്ത മാസത്തോടെ ഉദ്ഘാടനം ചെയ്യാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. കേരളത്തിലെ മുഖ്യമന്ത്രിയെ തന്നെ കൊണ്ടുവന്നാണ് ചെയ്യാനായിട്ടാണ് നമ്മുടെ സർക്കാരും നമ്മുടെ MLA അടക്കം തീരുമാനിച്ചിരിക്കുന്നത്. 6 അടി ഉയരമുള്ള പ്രതിമയും പ്രസംഗത്തിലെ പ്രധാന വാചകങ്ങൾ കൊത്തിവെച്ച ശിലാഫലകവും പ്രത്യേക വൈദ്യുതി വിളക്കുകളും മറ്റുമാണ് സ്മാരകത്തിലുള്ളത്. ന്യൂസ് ബ്യൂറോ, കോഴഞ്ചേരി.